വൈകിട്ട് ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പഴം വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണൻകുട്ടിക്ക് എന്നും നമ്മുടെ വീട്ടിൽ ഒഴിയാത്തൊരു സാധനമാണ് നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം എന്നും അവന് ഒരെണ്ണം കൊടുക്കും, ഒന്നോ രണ്ടോ ചിലപ്പോൾ കൊടുക്കും കേട്ടോ. അവനിപ്പോൾ രാവിലെ കഴിച്ചിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വൈകിട്ടും ചിലപ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പഴം വാങ്ങിക്കൊണ്ടുവന്ന കവറിലൊരു പാക്കറ്റ് തേനിലാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഇരുന്നപ്പോൾ പറയാം കല്യാണിയുടെ അടുത്ത്, ആ പഴം വാങ്ങിക്കൊണ്ടുവന്ന കവറിൽ തേനിലാവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് തേനിലാവ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വണ്ണം കുറയ്ക്കണം വയറ് ചാടണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്തോ മധുരത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. എപ്പോഴും ഇല്ല, ചില സമയത്തൊക്കെ ഒരു ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു ഇഷ്ടമൊക്കെ എനിക്കുണ്ട് കേട്ടോ. കണ്ണനും അതുപോലെ തന്നെയാണ്, ഒരു മധുരപ്രിയനാണ് അവനിങ്ങനെ എരിവൊന്നും ഒട്ടും കഴിക്കില്ലല്ലോ. കല്യാണിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മധുരത്തിനോട് ഇഷ്ടമൊന്നുമില്ല, ആൾക്ക് ഒന്നിനോടും പ്രത്യേകിച്ചൊരു ഇഷ്ടമില്ല. നമ്മൾ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കൊന്ന് എരിയൊക്കെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആൾ കഴിക്കും എന്നല്ലാതെ ആൾക്ക് ഒന്നിനോടും അങ്ങനെ വലിയൊരു ഇഷ്ടം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇഷ്ടം എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അയ്യേ എന്ന് പറയുന്നൊരു കൂട്ടത്തിലൊക്കെയാണ്. അപ്പം ഞങ്ങളങ്ങനെ തേനിലാവൊക്കെ കഴിച്ച് കണ്ണൻകുട്ടിക്ക് ഞാൻ ഇത്തിരീശയൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം മാത്രമേ അവന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവനിപ്പോൾ ഞാൻ മുട്ട കൊടുക്കാറില്ല കേട്ടോ, മുട്ട കൂട്ടിയിട്ടാണ് അവന് ചോറ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ കപക്കെട്ടൊക്കെ ഉള്ളത് കാരണം മുട്ട കൊടുക്കാറില്ല. അപ്പോൾ മുട്ടയില്ലാണ്ട് ആൾക്ക് ചോറ് തിന്നാനും പറ്റില്ല. പപ്പടം കൂട്ടി കൊടുക്കുമ്പോൾ ആൾക്കൊരു സുഖമില്ലാത്തതുപോലെ, പിന്നെ കറിയൊന്നും അവൻ കഴിക്കില്ല, എരിവൊന്നും അവൻ കഴിക്കില്ല. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് എന്താ അവിൽ കഴിക്കുന്നുണ്ട് കേട്ടോ. അവിൽ കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ആദ്യമൊന്നും കഴിക്കാറില്ല കേട്ടോ, ഞാൻ ചായയിൽ കട്ടൻ ചായയിലാണ് ഇപ്പോൾ കുതിർത്തി കൊടുക്കുന്നത്, പാലും കൊടുക്കാറില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ കട്ടൻ ചായയിൽ അവിൽ കുതിർത്തി കൊടുക്കുമ്പോൾ ആൾക്ക് എന്തോ ഇഷ്ടമുണ്ട് കേട്ടോ, ആൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ആദ്യമൊക്കെ ഞാൻ ഈ അവിലൊക്കെ കുറച്ച് എന്തെങ്കിലും അവനൊന്ന് കഴിക്കാൻ വേണ്ടി അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും അവൻ കഴിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിലൊക്കെ തിരിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈവനിങ്ങിൽ ഈ ഒരു സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വൈകിട്ടത്തെ ഭക്ഷണം കൊടുത്ത് മരുന്നും കൊടുത്ത് പല്ലും തേപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് എണീക്കുക.